നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിന് നേട്ടം. ഡാമിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. സുരക്ഷാ പരിശോധന നടത്തിയിട്ടു മതി അറ്റകുറ്റപ്പണിയെന്ന ശക്തമായ നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിൽ എടുത്തത്. അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാൻ ആവില്ലെന്നും കേരളം വ്യക്തമാക്കി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ മൺസൂൺ ബമ്പറിന്റെ പേരിൽ തയ്യാറാക്കിയ വ്യാജ ടിക്കറ്റുമായി തമിഴ്നാട് സ്വദേശി പോലീസ് പിടിയിൽ. തിരുനെൽവേലി മായന്മാർ കുറിച്ചി സ്വദേശി എ സെൽവകുമാറാണ് പിടിയിലായത്. മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹനായി എന്നവകാശപ്പെട്ട് സ്വന്തമായി തയ്യാറാക്കിയ ടിക്കറ്റുമായി ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ഇയാൾ നേരിട്ടെത്തുകയായിരുന്നു. ലോട്ടറി ഡയറക്ടറുടെ ഒപ്പും ലോട്ടറിയുടെ QR കോഡും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം വ്യാജമായി നിർമ്മിച്ചാണ് ടിക്കറ്റ് ഹാജരാക്കിയത്. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ADGPക്കെതിരെ വീണ്ടും രൂക്ഷമായ ആരോപണവുമായി PV അൻവർ രംഗത്തു വന്നു. സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടെന്നും വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തിയെന്നും കവടിയാറിൽ കൊട്ടാരത്തിനടുത്ത് പടുകൂറ്റൻ വീട് പണിയുന്നെന്നുമാണ് ആരോപണം. ശബ്ദരേഖയും MLA വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. കവടിയാറിൽ സ്ഥലം വാങ്ങി 15,000 അടി ചതുരശ്ര വിസ്തീർണമുള്ള വീടാണ് പണിയുന്നത്. ഇതിനുള്ള പണം ഇദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടിയെന്ന് മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ സർക്കാരുകൾ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജ് നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാളുടെ കെട്ടിടം പൊളിക്കാൻ സർക്കാരിന് എങ്ങനെ കഴിയുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കെട്ടിടം പൊളിക്കുന്നതിന് രാജ്യവ്യാപകമായി മാർഗരേഖ പുറത്തിറക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും P ശശിയെ മാറ്റിയേക്കും. PV അൻവർ MLA ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് നീക്കത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ തീരുമാനം ഉണ്ടായേക്കും. ജമ്മു കാശ്മീരിലെ സുൻജാൻ സൈനിക താവളത്തിൽ തീവ്രവാദി ആക്രമണം. ഒരു സൈനികന് പരിക്കേറ്റു. സ്നൈപ്പർ ആക്രമണത്തിലാണ് സൈനികന് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:15 സൈനിക താവളത്തിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്ത് ഒന്നാമതെന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്ക്. കേരളത്തിൽ കഴിഞ്ഞ വർഷം നടന്നത് 34,110 നിയമനങ്ങളാണ്. കൃത്യമായ സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളതെന്ന് UPSC പറയുന്നു. ഇത്തവണ ചിങ്ങമാസത്തിലെ വിവാഹത്തിൽ റെക്കോർഡ് കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗുരുവായൂർ അമ്പലം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 328 വിവാഹങ്ങളാണ് സെപ്റ്റംബർ 8-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കുന്നത്. ഇതിനു മുൻപും 100-ലേറെ വിവാഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇത്രയധികം വിവാഹങ്ങൾ ഒരു ദിവസം ഗുരുവായൂരിൽ നടക്കുന്നത്. ബന്ദികളുടെ കൊലയിലും വെടിനിർത്തൽ ചർച്ചകളിൽ പരാജയപ്പെട്ടതിലും നെതന്യാഹു ഭരണകൂടത്തിനെതിരായ പൊതുജനരോക്ഷത്തിൽ തിളച്ച് ഇസ്രായേൽ. രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രേഡിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പൊതുപണിമുടക്ക് ആരംഭിച്ചതോടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് 10,000-കണക്കിന് ഇസ്രായേൽ പൗരന്മാർ തെരുവിലിറങ്ങി. പണിമുടക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡും രംഗത്തെത്തി. 3 ദിവസങ്ങളിലായി കുന്നത്തുക്കാൽ ശ്രീ ചിത്തിര തിരുനാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ നടന്ന CBSE സൗത്ത് സോൺ സഹോദയ കലോത്സവം സമാപിച്ചു. 48 സ്റ്റേജുകളിലായി 150 ഇനങ്ങളിൽ അരങ്ങേറിയ കലാമേളയിൽ കഴക്കൂട്ടം ജ്യോതിസ് സെൻട്രൽ സ്കൂൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ ഭാരതീയ വിദ്യാഭവൻ 2-ാം സ്ഥാനവും പട്ടം ആര്യ സെൻട്രൽ സ്കൂൾ 3-ാം സ്ഥാനവും നേടി. കൈരളി നെടുമങ്ങാട് 4-ാം സ്ഥാനത്തും സെന്റ് തോമസ് മുക്കോലയ്ക്കൽ 5-ാം സ്ഥാനത്തും എത്തി. പഴയ കാലത്തിറങ്ങിയ തന്റെ പല ചിത്രങ്ങളും ആഘോഷിക്കപ്പെടുന്നത് ഇപ്പോഴാണെന്ന് നടൻ മോഹൻലാൽ.
ബേബി ജോൺ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സ്മരണ തീരം ബേബി ജോൺ ഗാന്ധിമതി ബാലൻ അനുസ്മരണ പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണത്തിന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 38 കുപ്പി മദ്യവുമായി വിമുക്ത ഭടനെ ആര്യനാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കുറ്റിച്ചൽ നിലമ വിജയഭവനിൽ എം വിജയകുമാറാണ് അറസ്റ്റിലായത്. ഓണക്കാലത്തെ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.